ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി അരക്കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ്. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് കപ്പ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വേണം. ഇതൊക്കെ ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പ കൂടുതലെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആദ്യം കപ്പയൊന്ന് വേവിച്ച ശേഷം അതിലെ വെള്ളമൊന്ന് മാറ്റിയെടുക്കണം. ഞാൻ കപ്പ ചെറിയൊരു അളവിലാണ് എടുത്തത്, അതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കടലയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്കാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഞാൻ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ കടലയും കപ്പയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 4 വിസിൽ വേണ്ടി വന്നു. ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. ഇനി ഇതിലെ കപ്പയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇവിടെ കപ്പയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 4 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.